ഇന്ന് വെള്ളിയാഴ്ച. ആഴ്ചകളിൽ ശ്രേഷ്ഠമായ ഈ വെള്ളിയാഴ്ച നമ്മുടെ നേതാവായ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ കൂടുതൽ സ്വലാത്ത് ചെല്ലേണ്ട ദിവസം. നമ്മൾ ചെല്ലുന്ന സ്വലാത്ത് നമ്മുടെ ഹബീബ് നേരിട്ട് കാണുന്ന ദിവസമല്ലേ? ഞാൻ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു സ്വലാത്ത് ഇന്ന് നിങ്ങൾ നിയത്ത് വെക്കൂ. നിങ്ങളൊരു കടുത്ത വിഷമത്തിലാണ്, ഒരു കടുത്ത പ്രതിസന്ധിയിലാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായി എന്തെങ്കിലും രോഗത്തിൻ്റെ വിഷമത്തിലാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം നിർബന്ധമായും പരിഹരിച്ച് കിട്ടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്നൊരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണോ, ഈ സ്വലാത്തിൻ്റെ ദിവസം നിങ്ങൾ ഈ ഒരു സ്വലാത്ത് 1,00,000 നിയത്ത് വെക്കൂ. 1,00,000 ചൊല്ലിത്തീരുന്നതിനാട്ടും മുന്നേ നിങ്ങളുടെ ഉള്ളിലുള്ള നീറുന്ന പ്രശ്നം ഈ സ്വലാത്തിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് 100% അത് പരിഹരിച്ചിരിക്കും. ഞാൻ ചൊല്ലി എനിക്ക് ഫലം കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഒരു ആത്മാർത്ഥമായി, ഇത്രയും ഒരു ഉറപ്പോടു കൂടി നിങ്ങളോട് പറയുന്നത്. അത്രയും ഫലമുള്ള സ്വലാത്താണ്. എന്നാൽ ചൊല്ലാനോ വളരെ കുഞ്ഞു സ്വലാത്ത്. 1,00,000 എന്ന് പറയുമ്പോഴൊന്നും ആരും വിഷമിക്കേണ്ട. കാരണം പെട്ടെന്ന് ചൊല്ലിത്തീരുന്നതാണ്. പിന്നെ നമ്മളെ വിഷമം അത്രയും കടുത്തതല്ലേ, നമ്മളെങ്ങനെ ചൊല്ലാതിരിക്കും? സ്വലാത്ത് എന്ന് പറയുന്നത് മഹാത്ഭുതമാണ് പ്രിയപ്പെട്ടവരെ. അത് ചൊല്ലിയാൽ പരിഹരിക്കാത്ത പ്രശ്നങ്ങളില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു സ്വലാത്ത് ഇന്ന് എന്തായാലും നിങ്ങളെ പ്രശ്നം പരിഹരിച്ച് കിട്ടണം എന്നൊരു നിയത്തോടു കൂടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദ്റത്തിലേക്ക് ഞാനിതാ 1,00,000 നിയത്ത് വെക്കുന്നു എന്ന് നിയത്ത് വെച്ച് ചൊല്ലി തുടങ്ങും. ഏത് ഇരുളടഞ്ഞ മേഖലയിലും സ്വലാത്തുൽ നൂർ വെളിച്ചം നൽകുന്ന സ്വലാത്താണ്. നിങ്ങളുടെ ഏത് മേഖലയിലാണോ ഇരുളടഞ്ഞ് നിൽക്കുന്നത് അതിലേക്ക് പ്രകാശമായി വരുന്ന സ്വലാത്താണ്. ഇൻഷാ അല്ലാഹ് 100% ഞാൻ ഉറപ്പ് തരുന്നു, നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിരിക്കും. ഈ സ്വലാത്തിൻ്റെ ദിവസം നിങ്ങൾ നിയ്യത്ത് വെക്കൂ. ഇൻഷാ അല്ലാഹ് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഒരുപാട് സ്വലാത്ത് ചെല്ലുന്ന ഉമ്മത്തിങ്ങളെ നമ്മളെ ഉൾപ്പെടുത്തരട്ടെ. ആമീൻ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാൻ മറക്കരുത്. ഇൻഷാ അല്ലാഹ്.